സ്കൂളിന് ആ സ്കൂളിൻ്റെതായിട്ടുള്ള യൂണിഫോം ഉണ്ട്. ആ യൂണിഫോമില് തലമറിച്ച് വസ്ത്രം ധരിക്കാൻ പാടില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ സെന്റ് റീത്ത സ്കൂളിൽ, എറണാകുളത്തെ സെന്റ് റീത്ത സ്കൂളിൽ സമാനമായിട്ടുള്ള ഒരു സംഭവം അരങ്ങേറിയിരുന്നു. ഹിജാബ് അനിവാര്യമായ ഘടകമല്ല എന്നാണ് അലഹാബാദ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഉത്തരവ്. ഒരു വിദ്യാർത്ഥിനി അലഹാബാദ് ഹൈക്കോടതിയിൽ ഒരു ഹർജി സമർപ്പിച്ചു. സ്കൂൾ യൂണിഫോമിന്റെ കൂടെ ഹിജാബ് ധരിക്കാൻ തന്നെ അനുവദിക്കണം എന്ന് പറഞ്ഞായിരുന്നു ഹർജി. പക്ഷെ എന്നാൽ ആ ഹർജിയെ തള്ളിക്കൊണ്ടാണ് അലഹാബാദ് ഹൈക്കോടതി ഒരു സുപ്രധാനമായ ഉത്തരവ് പറഞ്ഞേക്കാണ്. മതവിശ്വാസം വരെ നമ്മുടെ സ്കൂളുകളിൽ ഏതാണോ കോഡ്, ആ കോഡ് ധരിച്ചിട്ടായിരിക്കും നമ്മൾ പോകേണ്ടത്, അല്ലാതെ ഹിജാബ് അനിവാര്യമായ മതവിശ്വാസമല്ല എന്നാണ് അലഹാബാദ് ഹൈക്കോടതിയുടെ സുപ്രധാനമായ ഉത്തരവ്. എന്നാൽ ഈ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഹിജാബ് മുസ്ലിം മതാചാരത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും സ്കൂളിൽ ഹിജാബ് ധരിക്കാൻ അനുമതി തേടിയ ഹർജി തള്ളിയ അലഹാബാദ് ഹൈക്കോടതി വിധിക്കെതിരെ മുസ്ലിം വ്യക്തി നിയമ ബോർഡ് സുപ്രീം കോടതി സമീപിക്കുമെന്നാണ് ഇപ്പോൾ ഒടുവിലത്തെ നമുക്കറിയാൻ കഴിഞ്ഞ കാര്യം. അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ, അതായത് ഇപ്പോൾ ഈ ഇഷ്യൂ ഒക്കെ പലയിടത്തും ഉണ്ടായതാണ്. അതായത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, പ്രത്യേകിച്ച് കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളെല്ലാം ഇതേപോലെ തന്നെ ഹിജാബ് ധരിച്ചു വന്ന് അവിടെ ഹിജാബ് ധരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതായത് ആ ഒരു സ്കൂളിന് ആ സ്കൂളിൻ്റെതായിട്ടുള്ള യൂണിഫോം ഉണ്ട്. ആ യൂണിഫോമില് തലമറിച്ച് വസ്ത്രം ധരിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ ആ ഒരു കുട്ടി ഇതേപോലെ തന്നെ അവിടെ ധരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും, കാരണം സ്കൂളിൽ തലമറിച്ച് അവരുടെ ഐഡന്റിറ്റി തന്നെ മറയ്ക്കുന്ന രീതിയാണ്, അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ കോടതിയിൽ ഒരു ഹർജി കൊടുത്തതാണ്. പക്ഷെ ആ ഹർജി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വന്ന ഒരു വ്യക്തമായ ഒരു അതുണ്ട്, സ്കൂളുകൾക്ക് തീരുമാനിക്കാം എന്ത് ധരിക്കണം എന്ത് ധരിക്കാൻ പാടില്ല. അതായത് സ്കൂളിലെ ഒരു യൂണിഫോം ഉണ്ട്, ആ യൂണിഫോമിനെ ലംഘിക്കുന്ന തരത്തിൽ ആരും തന്നെ ധരിച്ചു വരാൻ പാടില്ല. ഇത് സ്കൂൾ മാനേജ്മെന്റ് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് സുപ്രധാനമായിട്ടുള്ള കോടതി ഉത്തരവ്. ഈ ഉത്തരവ് ഇവിടെ നിലനിൽക്കുകയാണ്. ഇവിടെ കേരളത്തിൽ, അതായത് 2025 കഴിഞ്ഞ വർഷം നമ്മുടെ സെന്റ് റീത്ത സ്കൂളിൽ, എറണാകുളത്തെ സെന്റ് റീത്ത സ്കൂളിൽ സമാനമായിട്ടുള്ള ഒരു സംഭവം അരങ്ങേറിയിരുന്നു. കുട്ടി ആദ്യമൊക്കെ ആ സ്കൂളിൽ പഠിക്കാൻ വന്നപ്പോൾ ഹിജാബ് ധരിച്ചു വന്നിരുന്നില്ല. പക്ഷേ ജൂൺ മാസം മുതലാണ് കുട്ടി ആ സ്കൂളിൽ പുതുതായിട്ട് വന്നത്. അപ്പോഴൊന്നും കുട്ടിക്ക് ഹിജാബ് ധരിക്കുന്നത് വലിയ നിർബന്ധം ഉണ്ടായില്ല. എന്നാൽ ഇടക്കാലം കൊണ്ട് കുട്ടി ഹിജാബ് മാത്രം ധരിച്ചു വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സ്കൂൾ അധികൃതര് ആദ്യം കുട്ടീനോട് പറഞ്ഞു, ഇത് നമ്മുടെ സ്കൂൾ യൂണിഫോമിന്റെ ഭാഗമല്ല, അതുകൊണ്ട് ധരിക്കാൻ പാടില്ല എന്ന് മാന്യമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ കുട്ടി 2-3 ദിവസം പിന്നെ അത് ധരിക്കാതെ വന്നു. 3-ാമത്തെ ദിവസം പിന്നെയും കുട്ടി അതുപോലെ ധരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ വീട്ടുകാരെ വിളിക്കുന്നു. പെട്ടെന്ന് തന്നെ കുട്ടിയുടെ വീട്ടുകാർ തിരിച്ചു വരുന്നു, സ്കൂളിലേക്ക് വരുന്നു. അവിടെ ഒരു വലിയൊരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. അതായത് SDPക്കാരെയും കൊണ്ടാണ് സ്കൂളിലേക്ക് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ വന്നത്. അതാണ് പ്രശ്നം രൂക്ഷമാകാൻ കാരണം. അതും പറഞ്ഞ് 2 ദിവസം സെന്റ് റീത്ത സ്കൂള് അടച്ചിട്ട സംഭവം വരെ ഇവിടെ ഉണ്ടായതാണ്. പക്ഷേ അവരപ്പോഴും ഉറച്ചുനിന്ന്, അതായത് ആ സ്കൂൾ മാനേജ്മെന്റ് ഉറച്ചുനിന്ന ഒരു കാര്യമുണ്ടായിരുന്നു, സ്കൂളിന്റെ യൂണിഫോം എന്താണോ ആ യൂണിഫോം ധരിച്ചാൽ മാത്രമേ ഞങ്ങളുടെ ഇവിടെ പഠിക്കാൻ പാടുകയുള്ളൂ എന്നാണ്. അപ്പോൾ ആ കുട്ടി അടവ് മാറ്റി, അതായത് ആ കുട്ടീനെ ഇങ്ങനെ നിരന്തരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്, വല്ലാത്ത രീതിയിൽ ഒറ്റപ്പെടുത്തുന്നതൊക്കെ സംഭവങ്ങളൊക്കെ പറഞ്ഞു. പക്ഷേ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, ആ സെന്റ് റീത്ത സ്കൂളില് ഈ ഒരു കുട്ടി മാത്രമല്ല മുസ്ലിം ആയിട്ടുള്ളത്. അതായത് ഈ ഒരു കുട്ടി മാത്രമല്ല ഹിജാബ് ധരിച്ചു വരാൻ ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ ഹിജാബ് ധരിച്ചു വരണം എന്ന രീതിയിൽ ഉറച്ചു നിൽക്കുന്ന ഈ കുട്ടി മാത്രമല്ല, ബാക്കിയുള്ള, എന്നിട്ട് ഈ കുട്ടിയുടെ വീട്ടുകാര് ബാക്കിയുള്ള അവിടെ പഠിക്കുന്ന മുസ്ലിം കുട്ടികളുടെ മാതാപിതാക്കളോട് വിളിച്ചു ചോദിച്ച് തങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് പറയുകയും ചെയ്തു. പക്ഷെ അവരാരും നിൽക്കാൻ തയ്യാറായില്ല. കാരണം ഈ കുട്ടി മാത്രമാണ് കഴിഞ്ഞ അധ്യയന വർഷത്തിൽ അവിടെ പഠിക്കാൻ വന്നത്. അതിനു മുന്നേ തന്നെ അവിടെയുള്ള ബാക്കിയുള്ള കുട്ടികൾ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ആർക്കും ഇതൊരു വലിയ പ്രശ്നമല്ല. കാരണം ഹിജാബ് ധരിക്കേണ്ടാണ് അവിടെ ആരും പറഞ്ഞിട്ടില്ല, പക്ഷെ കവർ ചെയ്ത രീതിയിൽ ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ നമ്മൾക്കറിയാം ഓരോ സ്കൂളിലും ഓരോ രീതിയാണ്. ഇപ്പൊ ഹിജാബ് ധരിക്കാൻ അനുവദിക്കുന്ന സ്കൂളുകളുണ്ട്, അനുവദിക്കാത്ത സ്കൂളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓരോ സ്കൂളിന്റെ യൂണിഫോം അനുസരിച്ചാണ് നമുക്ക് അവിടെ പഠിക്കാൻ പറ്റുന്നത്. പിന്നെ നമ്മളാണ് തീരുമാനിക്കുക അവിടെ പഠിക്കണോ വേണ്ടോ എന്നുള്ള നമ്മുടെ ചോയ്സ് ആണ്. അപ്പോൾ ആ ഒരു ചോയ്സ് തുടക്ക സമയത്ത് ഇവർ അവിടെ അക്സെപ്റ്റൻസ് ലെറ്റർ സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഇവർ അംഗീകരിക്കുന്നു എന്ന രീതിയിലാണ് സൈൻ ചെയ്ത് കൊടുത്തത്. അപ്പോൾ സൈൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ആ നിയമം അല്ലെങ്കിൽ ആ ചട്ടക്കൂട് മാറ്റാം എന്ന് വിചാരിക്കുന്ന ശുദ്ധ മണ്ടത്തരം തന്നെയാണല്ലോ. പ്രത്യേകിച്ച് ഈ ഒരു കുട്ടിക്ക് മാത്രമാണ് അതിൽ എതിർപ്പുണ്ടായിരുന്നത്. അപ്പോൾ ആ എതിർപ്പിനെ അവഗണിച്ച് SDPക്കാരൊക്കെ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ
പ്രശ്നം രൂക്ഷമായി. നമ്മുടെ BJPയിലെ ഷോൺ ജോർജ് വരെ അവിടെ ഇടപെട്ട കേസാണ്. കാരണം ഷോൺ ജോർജ് സ്കൂൾ അധികൃതരുടെ ഒപ്പം തന്നെയാണ് സംസാരിച്ചത്. നമ്മുടെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശിവൻകുട്ടി ആദ്യമേ സംസാരിച്ചത് ഇങ്ങനെയാണ്, അതായത് സ്കൂളിലെ യൂണിഫോം എന്താണോ അവർ അത് തന്നെ ഇട്ട് വന്നാൽ മതി, അല്ലാതെ ഹിജാബ് ധരിച്ചു വരണം നിർബന്ധമില്ല എന്ന് പറഞ്ഞപ്പോൾ 24 മണിക്കൂർ തികയുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന്റെ വാക്ക് അദ്ദേഹം മാറ്റിക്കളഞ്ഞു. കാരണം ഇത് സ്കൂൾ അധികൃതർ തീരുമാനിക്കേണ്ട കാര്യമല്ല, ഇത് സമസ്തയുടെ കൈകളിലൊക്കെയാണെന്ന രീതിയിലാണ് പിന്നീട് സംസാരം വന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുക ഈ പ്രീണന രാഷ്ട്രീയത്തിന്റെ പരിണിത ഫലമാണ് ഇവരൊക്കെ ആടിത്തിമിർക്കുന്ന നാടകം എന്ന് ഇവിടെ കേരളത്തിലെ ജനങ്ങളൊക്കെ മനസ്സിലാക്കിയ കാര്യം തന്നെയാണ്. കാരണം എല്ലാവരും കൂടി ആ കന്യാസ്ത്രീനെ, അതായത് ആ സ്കൂൾ മാനേജ്മെന്റിലെ പ്രിൻസിപ്പലിനെ വളരെ മോശകരമായ രീതിയിൽ അധിക്ഷേപിക്കുന്ന സംഭവങ്ങളാണ് പിന്നീട് കേരളക്കര കണ്ടത്. ഈ ഒരു സംഭവം കേരളത്തിൽ ഇവിടെ നിൽക്കുമ്പോഴാണ് ഇപ്പോഴും അലഹാബാദ് ഹൈക്കോടതിയിൽ ഒരു വിദ്യാർത്ഥിനി ഒരു ഹർജി കൊടുത്തത്. അതായത് എന്തും പറഞ്ഞ് എനിക്ക് സ്കൂളിൽ പോകണമെങ്കിൽ എനിക്ക് ഹിജാബ് ധരിക്കണം, അതിന് അനുവദിക്കണം എന്നാണ് ഹർജി കൊടുത്തത്. അപ്പോഴും അന്നത്തെ സുപ്രീം കോടതിയുടെ വിധി എന്താണോ ആ വിധിയെ അനുകൂലിക്കുന്ന തരത്തിൽ തന്നെയാണ് അലഹാബാദ് ഹൈക്കോടതിയും വിധി പറയുന്നത്, അതായത് ഉത്തരവിറക്കിയത്. കാരണം ഹിജാബ് എന്ന് പറയുന്നത് അനിവാര്യമായിട്ടൊരു ഘടകമല്ല. സ്കൂൾ യൂണിഫോം എന്താണോ അതേ യൂണിഫോം തന്നെ കുട്ടി ധരിച്ചു വന്നാൽ മതി, ഹിജാബ് നിർബന്ധമല്ല എന്നാണ് പറഞ്ഞത്. ഹിജാബ് നിർബന്ധമാകണമെങ്കിൽ ഹിജാബ് നിർബന്ധമായിട്ടുള്ള സ്കൂളുകളിൽ നിങ്ങൾ പോയി പഠിച്ചോളൂ. കാരണം എല്ലാ ചട്ടക്കൂടും അടങ്ങി അതിനെ മാറ്റാം എന്നൊരു ധാരണ വയ്ക്കുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ. കാരണം ഇപ്പോൾ നമ്മൾ എവിടെ പഠിക്കണം എവിടെ പഠിക്കേണ്ട എന്നാണ് നമ്മുടെ ചോയ്സാണ്. ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്ന മതം ഇപ്പോൾ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ ഇസ്ലാം മതത്തിൽ വിശ്വസിച്ചവർക്ക് ഹിജാബ് ധരിക്കാതെ പുറത്തിറങ്ങാൻ പറ്റില്ലാത്ത ഒരു ഓർത്തഡോക്സ് ഫാമിലിയിലാണ് ആ കുട്ടി ജനിച്ചു വളർന്നതെങ്കിൽ ആ കുട്ടി ഫോളോ ചെയ്യേണ്ടത് ആ ഒരു മതത്തിന്റെ കാര്യം തന്നെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആരും ആ കുട്ടിയെ തെറ്റ് പറയുന്നില്ല. പക്ഷെ ആ കുട്ടിക്ക് തട്ടമിട്ട് മാത്രമേ ക്ലാസ്സിൽ പോകാൻ ആ കുട്ടിക്ക് പറ്റുകയുള്ളൂ എന്നുണ്ടെങ്കിൽ അതിനനുവദിക്കുന്ന ഒരുപാട് സ്കൂളുകൾ ഇവിടെ രംഗത്തുണ്ട്. ഇസ്ലാം റൂൾസ് ഫോളോ ചെയ്ത് പഠിപ്പിക്കുന്ന ഒരുപാട് സ്കൂളുകൾ നമ്മുടെ കേരളത്തിൽ തന്നെയുണ്ട്. ആ കുട്ടിക്ക് അവിടെ പോയി പഠിക്കാമല്ലോ. എന്തിനിത് ഇങ്ങനെയല്ല എന്ന് മനസ്സിലാക്കി ഇവിടെ ചട്ടക്കൂടുണ്ട്, ഇത് മാറ്റാമെന്ന് വിചാരിച്ച് മാറ്റത്തിന് അതീതമായിട്ട് പ്രവർത്തിച്ച് എന്തോ വലിയ വിപ്ലവം സൃഷ്ടിച്ച് അതിലൂടെ മാറ്റിയെടുക്കാവുന്ന ധാരണയിൽ ഓരോ സ്കൂളുകളെ സമീപിക്കുമ്പോൾ ഓരോ സ്കൂൾ മാനേജ്മെന്റും ഓരോ തരത്തിലാണ് അതിനെ നേരിടുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിജാബ് ധരിക്കേണ്ടെന്നൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ സ്കൂളുകളിൽ ഹിജാബ് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് സ്കൂൾ അധികൃതർ മാത്രമാണ്. അത് ഒരു മതത്തിലെ ആളുകളും ഒരു മതപണ്ഡിതന്മാരും ഒരു പാർട്ടിക്കാരും അതിലിടപെടേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ്. കാരണം സുപ്രീം കോടതി തന്നെ പരിപൂർണമായിട്ട് ഇത് തീരുമാനിക്കാനുള്ള അധികാരം സ്കൂൾ മാനേജ്മെന്റ് കൊടുത്ത സ്ഥിതിക്ക്, അതിപ്പോൾ എവിടെയോ ആയിക്കോട്ടെ കൊടുത്ത സ്ഥിതിക്ക് സ്കൂൾ മാനേജ്മെന്റ് മാത്രമാണ് ഹിജാബ് ധരിച്ചു വരണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശമുള്ളൂ. കാരണം അപ്പോൾ ചില ആളുകൾ ചോദിച്ചൊരു കാര്യമുണ്ട്, അങ്ങനെയാണെങ്കിൽ സ്കൂളുകളിൽ കുറി തൊട്ട് വരുന്നുണ്ടല്ലോ എന്നല്ല. ഇപ്പൊ കുറി തൊട്ട് വരുന്ന ഒരു ഐഡന്റിറ്റിയെ മായ്ക്കലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ചരട് കെട്ടുന്ന ഒരു ഐഡന്റിറ്റിയെ മായ്ക്കലാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ തലയിൽ തട്ടമിട്ട് വരുന്നത് നമ്മുടെ ഈ മുടിയുടെ അതും ആ ഒരു ഏരിയ ഉണ്ടല്ലോ ആ ഭാഗത്ത് നമ്മൾ കവർ ചെയ്ത് വരുന്നതാണ് ഇവരൊരു ഇഷ്യൂ ആയിട്ട് പറഞ്ഞത്. കാരണം ആ കോമ്പൗണ്ടിലേക്ക് കയറി വരുന്നവരെ ഇവർ അത് ഇട്ടോളൂ, കോമ്പൗണ്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഇവരത് മാറ്റിയാൽ മതി. ഇപ്പൊ നമ്മളൊക്കെ പഠിച്ച സമയത്ത് ഒരുപാട് മുസ്ലിം കുട്ടികൾ പഠിച്ചിട്ടുണ്ട്, നമ്മുടെ കൂടെ സഹപാഠികളായിട്ടുണ്ട്. അവരൊക്കെ ചെയ്തു വന്നിരുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹിജാബ് ഇത്രയും ഭാഗത്തേക്ക് അവിടെ ഇടും, അവർ പുറത്തേക്ക് പോകുമ്പോൾ മാത്രമാണ് അത് കവർ ചെയ്തിടാറുള്ളൂ. അങ്ങനെ എത്രയോ കുട്ടികൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴൊക്കെയാണ് ഇതൊക്കെ ആളുകൾക്ക് വലിയ പ്രശ്നമായി തുടങ്ങി. കാരണം പർദാ സംസ്കാരം കേരളത്തിലേക്ക് വരാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. ആ നാളുകളായി തുടങ്ങിയ ശേഷമാണ് ഇവിടെ ഓണം ആഘോഷിക്കാൻ പാടില്ല, അത് പാടില്ല, ഡാൻസ് കളിക്കാൻ പാടില്ല, തട്ടുകൂട്ട് ഡാൻസ് കളിക്കാൻ പാടില്ല എന്ന് കുറച്ച് സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ്, വെള്ള പൂശുന്ന ഇൻഫ്ലുവൻസേഴ്സ് അങ്ങ് വാരി വെതറി ഇറങ്ങി തുടങ്ങി മതപ്രഭാഷണം നടത്താൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ മുതലാണ് ഇവിടെയുള്ള ആളുകളിലേക്ക് വർഗീയത ഇൻജക്ട് ചെയ്ത് തുടങ്ങിയത്. അതിന്റെ പരിണിത ഫലമാണ് ഇവിടെ കേരളത്തിലും കർണാടകയിലും അലഹാബാദ് ഹൈക്കോടതിയിൽ വരെയും ഇവിടെ ഹർജി എത്തി നിൽക്കുന്നത്. ഇനി ഇതിനെതിരെ സുപ്രീം കോടതിയിൽ ഹർജി കൊടുക്കാൻ പോവുകയാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. ഇതിന്റെ ഇടയ്ക്ക് എനിക്കൊരു കാര്യം കൂടി സംസാരിക്കാൻ എന്താണെന്ന് വെച്ചാൽ 10-14 ദിവസമായിട്ട് നമ്മുടെ ഡോക്ടർ റാഷിദ എന്ന് പറഞ്ഞ ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ ഭർത്താവിന്റെ വീടിന് മുന്നിൽ സത്യാഗ്രഹം ഇരിക്കുകയാണ്. എന്തും പറഞ്ഞിട്ട്, കാരണം അവർക്കൊരു കുട്ടിയുണ്ട്, അവർ വിവാഹം കഴിച്ചത് ഒരു ഡോക്ടറിനെ തന്നെയാണ്. പക്ഷെ ആ ഡോക്ടർ രണ്ടാമതൊരു വിവാഹം കഴിച്ചു. ഈ ആദ്യ ഭാര്യ നിലനിൽക്കിയ ആദ്യ ഭാര്യനെ മൊഴി ചൊല്ലാതെ അവരോട് ചോദിക്കാതെ വിവാഹം കഴിച്ചതും പോരാഞ്ഞിട്ട് ഭർത്താവിന്റെ വീടും പൂട്ടി, ഭർത്താവിന്റെ വീടും വീട്ടുകാരും എല്ലാവരും എവിടെയൊക്കെയോ പോയിരിക്കുകയാണ്. 10-14 ദിവസം ആ കുഞ്ഞിനെയും കൊണ്ട് അവർ ആ പുറത്തിരിക്കുമായിരുന്നു. അപ്പൊ അതും പറഞ്ഞ് ആർക്കും ഈ മുസ്ലിം വ്യക്തി നിയമ ബോർഡൊന്നും അതിനെതിരെ
സംസാരിക്കാൻ, അതിനെ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ സംസാരിക്കാൻ പോലും രംഗത്ത് വന്നിട്ടില്ല. ഈ ഒരു സമയത്താണ് നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഷബാനു ബീഗം കേസും കൂടി കൂട്ടി കണക്ട് ചെയ്യാൻ നമുക്ക് തോന്നുന്നത്. കാരണം ഷബാനു ബീഗം അനുഭവിച്ച വേദന എന്താണോ അന്ന് ആലോചിക്കണം. 1932 ഷബാനു ബീഗത്തിന്റെ ഭർത്താവായ മുഹമ്മദ് അഹമ്മദ് ഖാൻ, ഒരു അഭിഭാഷകൻ കൂടിയാണ് വിവാഹം കഴിച്ചിരുന്നത്. വിവാഹം കഴിച്ചതും പോരാണ്ട് 1975 ഷബാനു ബീഗത്തെ 5 മക്കളെയും കൂടി ആ വീട്ടിൽ നിന്ന് മുഹമ്മദ് അഹമ്മദ് ഖാൻ പുറത്താക്കുന്നത്. അതിനെ തുടർന്ന് 1978 നിയമ പോരാട്ടം ഷബാനു ബീഗം എന്നുള്ള സ്ത്രീ ആരംഭിച്ചത്. എത്ര വർഷങ്ങൾ പുറകോട്ടെടുത്തിട്ടാണ് ആ വർഷത്തിൽ, അത്രയും പുറകോട്ടെടുത്ത വർഷത്തിൽ ഇത്രയും മുസ്ലിംസിന്റെ ഇടയിൽ നിന്ന് ഒരു സ്ത്രീ, ഒരു വനിത അവരുടെ അവകാശത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ജീവിതം തീർന്നു, അങ്ങനെയല്ല, എനിക്കും എന്റെ കുട്ടികൾക്കും ജീവനാംശം കിട്ടണമെന്നുള്ള ഒറ്റ വാശിയില അവർ നിയമത്തിന് മുന്നിൽ പോരാടിയ വ്യക്തിയാണ്. അവരുടെ കൂടെ നിന്നത് അവരുടെ സ്വന്തം അച്ഛൻ മാത്രമാണ്, അല്ലാതെ മറ്റൊരു വ്യക്തിയും അവരെ കൂടെ നിന്നില്ല. ഇന്നത്തെ ഈ പറയുന്ന മുസ്ലിം വ്യക്തി നിയമ ബോർഡ് പോലും അവർക്കെതിരെയാണ് സംസാരിച്ചത്. കാരണം ആ കുടുംബത്തെ വേട്ടയാടിയിരുന്നു പല രീതിക്ക്. കാരണം ഈ ഇപ്പുറത്ത് നിൽക്കുന്ന ഇവരെ ഭർത്താവ് എന്ന് പറയുന്ന അഭിഭാഷകൻ കൂടിയാണ്. ഇപ്പോൾ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും. കാരണം അന്ന് നിയമത്തിന് മുന്നിൽ പോരാടി 1980-82 കാലഘട്ടത്തിൽ ഒരു സുപ്രധാനമായിട്ടുള്ള സുപ്രീം കോടതി വിധിയും വന്നു. കാരണം മുസ്ലിം വിവാഹമുക്തകൾക്ക് ഇന്ത്യയിലെ ഏതൊരു വിവാഹമോചിതയെ പോലെ പുനർവിവാഹം ചെയ്യുന്നത് വരെ മുൻ ഭർത്താവിന്റെ അടുത്തുനിന്ന് ജീവനാംശം കൈപ്പറ്റാം അല്ലെങ്കിൽ അവകാശപ്പെടാം എന്ന നിയമമാണ് ഷബാനു ബീഗത്തിന് അനുകൂലമായിട്ട് വിധി പറഞ്ഞത്. പക്ഷേ ആ ഷബാനു ബീഗത്തിന് അനുകൂലമായിട്ട് വന്ന വിധി അട്ടിമറിക്കുന്ന തരത്തിലായിരുന്നു അന്നത്തെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി. എടുത്തു പറയുകയാണ്, രാജീവ് ഗാന്ധി മറ്റൊരു പാർലമെന്റിൽ മറ്റൊരു നിയമം പാസാക്കി സുപ്രീം കോടതിയുടെ വിധിയെ തന്നെ അസ്ഥിരപ്പെടുത്തുന്നത്. കാരണം ആ ഒരു വിധി, അതായത് ആ ഒരു വിധി അത്രയും പവർഫുൾ ആയിട്ട് ഒരു വിധിയായിരുന്നു. പക്ഷേ തനിക്ക് ഒരിക്കലും ആ ജീവനാംശം കിട്ടില്ല എന്ന് അവസാനം മനസ്സിലായി. എന്തുകൊണ്ട്? രാജീവ് ഗാന്ധി ഇസ്ലാമിസ്റ്റുകൾക്ക് വേണ്ടി പ്രീണനം നടത്തി കൊടുത്തതിന്റെ പരിണിത ഫലമായിട്ടാണ് പാർലമെന്റിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു ബില്ല് പാസ്സാക്കി. ആ ബില്ല് ഇങ്ങനെയാണ്, അതായത് തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ഭാര്യയെ നോക്കേണ്ട ഉത്തരവാദിത്തം ഭർത്താവിനില്ല. അപ്പോൾ ഭാര്യയുടെ പരിപാലനം ആരാണ് നോക്കേണ്ടത് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വന്നല്ലോ. അവിടെയാണ് നമ്മുടെ ഈ ബില്ലിന്റെ പോരായ്മ ഇരിക്കുന്നത്. എന്താണെന്നറിയോ? അതായത് ഭാര്യയെ നോക്കേണ്ട ഉത്തരവാദിത്തം ഒന്നില്ലെങ്കിൽ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ മുസ്ലിം വ്യക്തി നിയമ ബോർഡിനോ അല്ലെങ്കിൽ വഖഫ് ബോർഡിനോ ആയിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു തലാഖ് ചൊല്ലിക്കഴിഞ്ഞാൽ ഭാര്യനെ നോക്കേണ്ട അവകാശമോ അതിലുണ്ടായത് കുഞ്ഞുങ്ങളെ നോക്കേണ്ട അവകാശം ഒന്നും ഇയാൾക്കില്ല, അല്ലെങ്കിൽ വൺ ടൈം ആയിട്ട് കൊടുക്കണം. പക്ഷെ അതും ജീവനാംശം കിട്ടുമോ എന്നുള്ള ഉറപ്പ് പോലുമില്ല ഈ സ്ത്രീകൾക്ക്. അപ്പോൾ എന്ത് ഒരു ഉറപ്പും അല്ലെങ്കിൽ എന്തൊരു സ്വാതന്ത്ര്യവുമാണ് ഇപ്പോഴും സ്ത്രീകൾക്കുള്ളത്? നമ്മളൊക്കെ പറയും, അതായത് മോഡേൺ ആയിട്ട് അത്യാവശ്യ സ്വാതന്ത്ര്യം കൊടുക്കുന്ന മോഡേൺ ഫാമിലിയാണ് ഞങ്ങളുടെ എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുമെങ്കിലും ഇപ്പോഴും എത്ര സ്ത്രീകൾക്കാണ് ഇതുപോലെ ഇസ്ലാമിൽ, അതായത് ആദ്യ ഭാര്യനെ മൊഴി ചൊല്ലാതെ മറ്റൊരു വ്യക്തിനെ വിവാഹം കഴിച്ച് ആദ്യ ഭാര്യനെ പടിയടച്ച് പിണ്ണം വെക്കുന്ന പോലെ അല്ലെങ്കിൽ തെരുവിലിറങ്ങുന്ന അവസ്ഥ ഇപ്പോഴും ഈ കേരളത്തിലുണ്ട്. ഇതിനെതിരെ ഒന്നും ഈ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന് സംസാരിക്കാൻ കെൽപ്പില്ല, അല്ലെങ്കിൽ സംസാരിക്കുന്നില്ല. അപ്പോൾ ഒരു ഭാഗത്ത് മാത്രം കണ്ണടച്ചിരുട്ടാക്കി മറ്റൊരു ഭാഗത്ത് തങ്ങൾക്ക് വേണ്ട അവകാശത്തെ മുറുകി പിടിക്കാൻ നോക്കുമ്പോൾ ഇപ്പുറത്തെ വശത്ത് സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരനുഭവങ്ങൾ കൂടി ഇവർ പോയിന്റ് ഔട്ട് ചെയ്യാത്തത് എന്താണ്? ഇതിനെതിരെയാണ് നമ്മൾ ശബ്ദിക്കേണ്ടത്. കാരണം ഒരേ പാത്രത്തിൽ രണ്ട് നീതി വിളമ്പുന്നത്. കാരണം സ്കൂളുകളിൽ ഹിജാബ് നിർബന്ധമാക്കണം എന്ന് പറയുമ്പോൾ ഒരു ലൈഫിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു കല്യാണം കഴിച്ച് ഭാര്യയും ഭർത്താവും തമ്മിൽ കല്യാണം കഴിച്ച് അവരുടെ ജീവിതത്തിലേക്ക് മറ്റൊരാളെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ആദ്യത്തെ വ്യക്തിയോട് പറയേണ്ട ഒരു മര്യാദയെങ്കിലും ഉണ്ടല്ലോ. അതിനെയാണ് നമ്മൾ മൊഴി ചൊല്ലുക എന്ന് പറയുന്നത്. ആ മൊഴി ചൊല്ലാൻ പോലും തലാഖ് ചൊല്ലാൻ പോലും കെൽപ്പില്ലാതെ രണ്ടാമതൊരു വ്യക്തിനെ ജീവിതത്തിലേക്ക് കടത്തി വിട്ടിട്ട് അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് വന്നിട്ട് വീടും പൂട്ടി അങ്ങ് പോയി കഴിഞ്ഞാൽ ഇവരുടെ ഉത്തരവാദിത്തം തീർന്നു എന്നാണോ പറയുന്നത്? അങ്ങനെയല്ലല്ലോ ശരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും ഇസ്ലാം എന്ന് പറയുന്ന മതം സ്ത്രീകളെ കാണുന്ന രീതി വെറും ടൂളായിട്ട് മാത്രമാണോ? റാഷിദ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും ഇത് തന്നെയാണ്. കാരണം അയാൾക്ക് വേണ്ട ജീവിതം തേടിപ്പോയി, ഞാനാണ് സ്റ്റക്കായി പോയെന്നാണ് ആ ഒരു സ്ത്രീ പറയുന്നത്. ശരിയല്ലേ? അപ്പോൾ ഇതിനു വേണ്ടി വാദിക്കാനും സംസാരിക്കാനും മുസ്ലിം വ്യക്തി നിയമ ബോർഡിൽ ആരുമില്ല, നവോത്ഥാന നായകരില്ല, പ്രബുദ്ധ കേരളത്തിൽ ഒരു മലയാളി പോലുമില്ല, ഒരു രാഷ്ട്രീയക്കാരില്ല, ആരും തന്നെ സംസാരിക്കുന്നില്ല. എന്താണ് കാരണം? എല്ലാവർക്കും പ്രീണന രാഷ്ട്രീയത്തിന്റെ പരിണിത ഫലം തന്നെയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് തന്നെ. അപ്പൊ പിന്നെ അതിനിടയ്ക്ക് സംസാരിക്കാനൊന്നും എതിർത്ത് ശബ്ദിക്കാൻ പോലും ആളുകൾക്ക് പേടിയാണ്. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ അലഹാബാദ് ഹൈക്കോടതിക്ക് ഒരു സുപ്രീം കോടതി ഹർജി കൊടുക്കാൻ തയ്യാറായിരിക്കുകയാണ് ഈ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. മറിച്ച് ഒരു കാര്യം നമ്മൾ ആലോചിക്കുക,
ആലോചിക്കേണ്ടത് സ്കൂൾ മാനേജ്മെന്റ് ആണ് തീരുമാനിക്കേണ്ടത് സ്കൂളുകൾ ഹിജാബ് ധരിക്കണോ വേണ്ടോ എന്നുള്ളത്. ഹിജാബിന്റെ വിഷയം മാത്രമല്ല, ഏത് യൂണിഫോം ആ കോഡിലല്ല ഒരു കുട്ടി വന്നെങ്കിൽ അവർക്ക് ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. അല്ലാത്ത പക്ഷം നമ്മൾ അവിടെ നിന്ന് വേറെ TC വാങ്ങിച്ച് മറ്റൊരു സ്കൂളിൽ പോകേണ്ടതാണ്. അതേ സംഭവം തന്നെയാണ് സെന്റ് റീത്ത സ്കൂളിൽ അവസാന സമയത്ത് ആ കുട്ടിക്ക്, അതായത് തട്ടമിട്ട് വരാനായിട്ട് ആ കുട്ടി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അവസാനം വരെ ആ കുട്ടിക്ക് അത് ഇടാൻ പറ്റില്ല. സ്കൂൾ മാനേജ്മെന്റ് തുടക്കം മുതൽ അവസാനം വരെ ഒരേ തീരുമാനത്തിൽ ഉറച്ചു നിന്നതിന്റെ പരിണിത ഫലമായിട്ട് മാത്രം ആ കുട്ടി അവസാനം അവിടെ നിന്ന് TC വാങ്ങിച്ച് മറ്റൊരു സ്കൂളിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇതൊരു പാഠം തന്നെയാണ്. കാരണം നമുക്കിങ്ങനെ വസ്ത്രം ധരിച്ചേ വരാൻ പറ്റുള്ളൂ. പക്ഷെ അതനുസരിച്ചുള്ള സ്കൂളുകളിലാണ് നമ്മൾ പോയി പഠിക്കേണ്ടത്. അല്ലാതെ എല്ലാ സ്കൂളിനെയും ചട്ടക്കൂട് മാറ്റാമെന്ന് വിചാരിക്കുന്നത് വളരെ മണ്ടത്തരം തന്നെയാണ്. അപ്പോൾ ഇനി മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഹർജി കൊടുക്കട്ടെ. ഹർജിയുടെ അടിസ്ഥാനത്തിൽ എന്താണ് വിധി വരുന്നത്? പണ്ടത്തെ സുപ്രീം കോടതിയുടെ വിധി തന്നെ ഇപ്പോഴും അതായത് ആവർത്തിക്കപ്പെടുമോ എന്ന് കണ്ടു തന്നെ നമുക്കറിയാം.